സംസ്ഥാനത്ത് 3 മാസത്തിനിടെ പെയ്തിറങ്ങിയത് 71% അധിക മഴ. ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കുന്നത് 100% അധിക മഴയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ഡയറക്ടർ അറിയിച്ചു. കാലവർഷം ഇതേ രീതിയിൽ തുടർന്നാൽ കേരളം പ്രളയസമാന സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. സാധാരണ രീതിയിൽ 299.7 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 512.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇത് 71% കൂടുതലാണ്. മാർച്ച് മാസം 1 തീയതി മുതൽ മെയ് മാസം 27 തീയതി വരെയുള്ള 3 മാസക്കാലത്താണ് അധിക മഴ ലഭിച്ചത്. കാലവർഷം ആരംഭിച്ചത് മുതലുള്ള 5 ദിവസവും സംസ്ഥാനത്ത് അധിക മഴ ലഭിച്ചു. വരും ദിവസവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. സമാനമായ സ്ഥിതിയിൽ മഴ തുടർന്നാൽ പ്രളയസമാനമായ സാഹചര്യം നേരിടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ വ്യക്തമാക്കി. കേരളത്തിൽ മൊത്തം 23 മുതൽ 27 വരെയുള്ള തീയതികളിൽ ഏകദേശം 4 സെന്റിമീറ്റർ ശരാശരി മഴ കിട്ടേണ്ടതാണെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്നത് 25 സെന്റിമീറ്ററോളമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ഒരാഴ്ചയിലെ മൺസൂൺ ഓൺസെറ്റ് അതിന് ശേഷമുള്ള ആഴ്ചയിലെ മഴ എന്ന് പറഞ്ഞാൽ വളരെ ഗണ്യമായ രീതിയിൽ കൂടുതലാണെന്ന്. കൃത്യമായ കാലയളവിൽ മിതമായ രീതിയിലുള്ള മഴയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതേസമയത്ത് ഇത് ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരാഴ്ചയിലാണ് ഈ മഴ മുഴുവൻ പെയ്യാൻ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് മഴയുടെ ശരിക്കും ഈ പ്രളയം എന്നൊക്കെ പറയുന്നത് മഴയുടെ വിന്യാസത്തെ അനുസരിച്ചിട്ടാണ് ഇരിക്കുക. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനക്കും. 2 ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് തുടങ്ങിയ 10 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. തീരദേശ മേഖലയിലും മലയോര മേഖലയിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.